ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കണം മുന്നേ നിങ്ങൾ ആരും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. നേരത്തെ ഞാൻ പറയുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ മറന്നു പോകാറുണ്ട്, പക്ഷേ അതും കൂടി ചെയ്തേക്കുക. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ റീച്ച് ആവണ്ടേ നമുക്ക് എന്നല്ലേ നിങ്ങൾ കാണുന്നവർക്കും ഒരു സന്തോഷം, എനിക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ അത് മറക്കില്ല കേട്ടോ. ഇനി തമ്മിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവുക. സോ ഒരു ഐഡിയ ഉണ്ടാവും വീഡിയോ എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ പറഞ്ഞ സാധനങ്ങളുണ്ട്. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പായിട്ട് ഉണ്ടാവും. ഒന്ന് ഡാർക്ക് സ്പോട്ട്സിൻ്റെ രൂപത്തിൽ. ഡാർക്ക് സ്പോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഒക്കെ വരില്ലേ, ഫേസിൽ പിമ്പിൾസ് വരുന്ന സമയത്ത് ആ പിമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൈയൊന്ന് വെറുതെ ഇരിക്കണമല്ലോ, അപ്പോൾ ആ പിമ്പിൾസ് നമ്മൾ പൊട്ടിക്കും. പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക് കളറായിട്ട് ഡോട്ട് പോലെ വരും. ഈ ഡോട്ട് നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സും വരാറുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സും വരാറുണ്ട്. ഇത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഫ്രണ്ട് ലെയറിലാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളതെങ്കിൽ നമ്മൾ കുറച്ച് ഒരു സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാക്കുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ലൈറ്റായിട്ട് ഞാൻ പല പാക്കുകളിലും പറയാറുണ്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. സോ ഇതെല്ലാം കുറയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഈ ഡാർക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന വഴി കുറഞ്ഞു പോകും എന്നല്ല. നമ്മുടെ സ്കിന്നിൽ ഫ്രണ്ട് ലെയറിൽ, നമ്മുടെ സ്കിൻ ഓരോ ലെയറായിട്ട് ഉണ്ടാവുമല്ലോ, അതിൽ ഫ്രണ്ട് ലെയറിൽ, ഈ കാണുന്ന ലെയറിൽ ഇത് നമ്മൾ കുറേ കഴിയുന്ന സമയത്ത് ഇതിങ്ങനെ സ്കിൻ ഡെഡ് സെൽസ്, നമുക്കറിയുന്ന കാര്യമാണിത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഓരോ സെൽസും അതിൻ്റേതൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡൈ ആയി പോവും, പുതിയ സെൽസ് ഉണ്ടാവുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമല്ലോ. അപ്പോൾ ഈ പഴയ സെല്ല് ഡൈ ആയി പോകുമ്പോൾ ആ പഴയ സെല്ലിൽ തന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ് പോവും. എങ്ങനെയുള്ള ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഈ പിമ്പിൾസ് ഒക്കെ പൊട്ടിക്കാതെ തന്നെ പോകുന്ന വഴി ചെറുതായിട്ടൊരു പാടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പാടൊക്കെ അങ്ങനെ ചെറിയ പാടുകളല്ലേ അല്ലെങ്കിൽ ചെറിയ മാർക്കൊക്കെ ആണെങ്കിൽ അതങ്ങനെ പോവും. അതേ സമയത്ത് നമ്മൾ ശരിക്കും കുത്തി പൊട്ടിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ലെയറിലും കൂടി എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ഇപ്പോൾ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ആ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ കിടക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫേസ് ബെയർ സ്കിന്നായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റും എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് ഒഴികെ. വേറെ ഒന്നും എൻ്റെ ഫേസ് ബെയർ സ്കിന്ന് ഞാൻ വേർക്കുന്ന കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആയിട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞു ഭാഗത്തായിട്ട് കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് കാണാറുണ്ട്. നമ്മളിപ്പോൾ പിമ്പിൾസ് മാർക്സ് കുത്തി പൊട്ടിക്കാത്ത സിറ്റുവേഷനിൽ വരെ അങ്ങനെയുള്ള സ്പോട്ട്സ് വരാറുണ്ട്. അത് കോമൺ ആണ്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ചേരാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ അതിനുള്ള ഇറിറ്റേഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പിമ്പിൾസിൻ്റെ ഒരു ക്ഷാമം കാണാൻ പറ്റും. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇതല്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് നിറയെ പിമ്പിൾസ്, ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് പ്ലസ് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ആ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് പിമ്പിൾസ് വരും. ഈ പിമ്പിൾസൊക്കെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ദേഷ്യം വരും. ഇപ്പോൾ ഞാനും ഇങ്ങനെ പലവരുടെ ഫേസിന് കാണാറുണ്ട്, വലിയ പിമ്പിൾ മാർക്കൊക്കെ ആയിരിക്കും, വലിയ പിമ്പിളൊക്കെ ആയിരിക്കും. അപ്പോൾ ചില സമയം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും തലേദിവസം പിമ്പിൾസൊക്കെ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള മാർക്സൊക്കെ കുത്തി പൊട്ടിക്കൽ സ്വാഭാവികമാണ്, നമുക്ക് കുറ്റമറ്റ കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. ഫേസിൽ വരുന്ന ചില മാർക്സൊക്കെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു കൺസേൺ ആയിട്ട് വരും, ഒരു ഇൻസെക്യൂർ ഫീൽ വരും ആ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ പൊതുവേ അതൊക്കെ ഒന്ന് ഫെയ്ഡായി കിട്ടും. ഇപ്പോൾ വലിയ ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഹൈ പവർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോയി കിട്ടും. ചിലവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ, പ്രത്യേകിച്ച് ബോയ്സ് ഒക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻ പറയുന്ന സമയത്ത് അവർക്ക് ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടുന്ന മെൻ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. നമ്മൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ പൗഡേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഡെയിലി പോകുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഫുൾ വെയർ ചെയ്തിട്ട് പോകുന്ന മെൻ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മെന്നിനും ഉണ്ടാവാറുണ്ട്, വുമണിനും ഉണ്ടാവാറുണ്ട്. ഡെയിലി നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിച്ച് പുറത്ത് പോകാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട്, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒരു പ്രശ്നമായിട്ട് വരുമല്ലോ. സോ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് കോജിക് ആസിഡ് ഞാൻ ഓൾറെഡി എൻ്റെ പുതിയ ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്കിൻ കെയർ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ ടിപ്സൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അതിൽ കുറച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൽ മെസ്സേജായിട്ടും പറഞ്ഞിട്ടുള്ളതാണ് കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കുറച്ചും കൂടി ലോങ് ആയിട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് കാര്യമായിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കോജിക് ആസിഡ് സെറം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡേം ഡോക്കിൻ്റെ കോജിക് ആസിഡ് സെറമാണ് വാങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. കാരണം കോജിക് ആസിഡ് സെറം ഇപ്പോൾ 2% സെറം ഉണ്ട്, 10% സെറം ഉണ്ട്. അത്
പല ജെൽ രൂപത്തിൽ നമുക്ക് ഫാർമസിയിലൊക്കെ കോജിക് ആസിഡ് ജെല്ല് കിട്ടും. സോ കോജ്വിക് അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഫോട്ടോ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കോജിക് ആസിഡ് ജെല്ല് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യാനായിട്ട്. അതിൽ ഞാൻ പറയുന്നത് ഡെർമഡോക്കിൻ്റെ സെറം യൂസ് ചെയ്യൂ, അത് നല്ലതാണെന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ആ ബ്രാൻഡിൽ എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ ബ്രാൻഡ് ഇഷ്ടമാണ്. അവരുടെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത വഴി ഞാൻ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കോജിക് ആസിഡിൻ്റെ സെറം ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോജിക് ആസിഡിൻ്റെ സെറം ആൻഡ് വേറൊരു ജെൽ, ഫാർമസി നമുക്ക് കിട്ടുന്ന ഒരു ജെല്ല്, ഒരു ക്രീം പോലത്തെ പ്രൊഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡെർമഡോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവർക്കും നല്ല ഹൈ എമൗണ്ട് ഉള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയണമെന്നില്ല. നമുക്ക് ഏകദേശം ഒരു അഫോർഡബിൾ റേഞ്ച് വരുന്ന സമയത്ത് നമുക്കൊരു സെറത്തിന് വേണമെങ്കിൽ ഒരു 10 ml അല്ലെങ്കിൽ ഒരു 5 ml പ്രൊഡക്റ്റിന് നമുക്കൊരു 250 രൂപ, 300 രൂപ, പോട്ടെ 500 രൂപ മാക്സിമം. അതിൻ്റെ മേലേക്ക് നമ്മളൊരു അത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ പെടുന്നല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സെറം തന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കോജിക് ആസിഡ് സെറം എൻ്റെ ഡേ 1 സ്കിന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇനി ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഡേ 1 മുതൽ ഒരു ഡേ 8 വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ 10 ദിവസം ആ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡേ 7 വരെ ആക്കാം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ 10 days എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ 1 മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡേ 1 ഇതാണ് എൻ്റെ ഫേസ്, ബെയർ സ്കിന്നിൽ ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. അതുപോലെ എൻ്റെ മൂക്കിൻ്റെ അവിടെയായിട്ടും പിന്നെ ഈ കവളിൻ്റെ അവിടെയായിട്ടും കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ഈ ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് വർഷമായിട്ട്, ഒരു 2 വർഷം പഴക്കമുള്ള ഡാർക്ക് സ്പോട്ട്സ് ആണ്. അപ്പോൾ അത് മാറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും പഴക്കം പിടിച്ച ഡാർക്ക് സ്പോട്ട്സ് എടുത്തിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതായിരിക്കും. നെറ്റിയിൽ ഞാൻ എല്ലാം കൂടി അപ്ലൈ ചെയ്തിട്ട് പിന്നീട് നെറ്റിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടാവും 2 ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് ഫുള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെയാണ് 2 ഡ്രോപ്പ് എടുത്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ചിക്കു വന്നിട്ടുണ്ടായിരുന്നു, അതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതുപോലെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു. ഒരു 3 to 4 days ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 2 ഡ്രോപ്പ് ഫസ്റ്റ് എടുക്കുന്നതിന് പകരം ഒരു 3 to 4 ഡ്രോപ്സ് ഒക്കെ ഫസ്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കേട്ടോ. സോ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ ഡേ 1 മുതലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ജസ്റ്റ് ഇത് ആദ്യം പറയട്ടെ, ഇത് സ്പോൺസർഡ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സിൻ്റെ റെമഡി എന്ന് പറഞ്ഞിട്ട് പാക്കുകളും സ്ക്രബുകളും യൂസ് ചെയ്യാവുന്നതാണ്. അത് പക്ഷെ കുറേ കാലം എടുക്കും. നമ്മൾ നാച്ചുറലായിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യലല്ലോ, അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യല്ല. നമ്മളൊരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി വൺസോ വീക്ക്ലി ട്വൈസ് ഒക്കെയാണ് മാക്സിമം ഒരു പാക്ക് നമ്മൾ പറയുക. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ അത്രയും സ്ക്രബ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് ഓവർ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ പോഴ്സ് ഒക്കെ വരും, ഓപ്പൺ പോഴ്സ് ഒക്കെ വരും. സോ നമുക്ക് ഡെയിലി സ്ക്രബോ അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ഈ ഒരു കണ്ടന്റ് ഉണ്ടായെങ്കിൽ നമുക്ക് പിന്നീട് ഗ്രാജുവൽ ആയിട്ട് റിസൾട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്ന കറക്റ്റായിട്ടുള്ള കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതും നമ്മൾ നാച്ചുറലായിട്ട് ഈ കണ്ടന്റ് അതിൽ ഉണ്ടാവും. ഇപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് ഒക്കെ ആണെങ്കിൽ പിഗ്മെന്റേഷൻ കുറയ്ക്കാനുള്ള സാധനം അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു സാധനമായിട്ട് സെറമായിട്ടോ അല്ലെങ്കിൽ ക്രീമായിട്ടോ വരുന്നത്. മറ്റേത് അങ്ങനെയല്ല, അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിസൾട്ടല്ല കിട്ടുക, പല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കോജിക് ആസിഡ് ആ പൊട്ടറ്റോ ജ്യൂസിലുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓൾറെഡി ഇത്ര പെർസെൻറ്റേജ് ഉള്ള സാധനമാണ് നമുക്ക് വിശ്വാസത്തോടെ ഇത്ര പെർസെൻറ്റേജ് സെറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സിലൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല 1%-നെക്കാട്ടി കൂടുതലായിട്ടുള്ള ആ ഒരു എമൗണ്ടിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ അത്രയും അതിനെക്കാട്ടി കൂടുതൽ ലെവലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 5 to 6 month ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഡെയിലി പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇറിറ്റേഷൻസ് വേറെ വരാൻ ചാൻസ് ഉണ്ടാവുമല്ലോ. നാച്ചുറൽ പ്രൊഡക്ട്സ് എല്ലാം സേഫാണ്, നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല.
സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറമായിട്ട് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സെറം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സെറത്തിൽ വന്നിട്ട് 2% കോജിക് ആസിഡ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് 2%? അതായത് നിങ്ങളൊരു സാധനം ഉപയോഗിക്കുകയാണ്, നിങ്ങളുടെ ഫേസ് ഡ്രൈ സ്കിന്നാണ്, ഇതിനു മുന്നേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലോ എന്ത് ഉപയോഗിച്ചോട്ടെ, അതൊന്നും ഒരു പ്രൊഡക്റ്റായിട്ടേ നിങ്ങൾ കണക്കാക്കണ്ട. ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ് എന്തും ആയിക്കോട്ടെ. പക്ഷെ കോജിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം എടുക്കേണ്ടത് വളരെ ലൈറ്റ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഇപ്പോൾ തുടങ്ങുന്നത് 2% നിന്നാണെങ്കിൽ ആ 2% പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2% കോജിക് ആസിഡ് സെറം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതും. ഈ 2% കോജിക് ആസിഡ് സെറം നിങ്ങൾ ആദ്യം യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിൽ അത് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ സ്കിന്നിന് മനസ്സിലായി ഓക്കെ ഇത് നല്ലൊരു സാധനമാണ്, ഇത് എൻ്റെ സ്കിന്നിൽ ഇത് തന്നോട്ടെ, ആ ചേച്ചി അത് തന്നോട്ടെ, കുഴപ്പമില്ല, ഞാൻ റിസീവ് ചെയ്തോളാം നമ്മുടെ സ്കിന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് 2% 5% ആക്കാം, 5% 10% ആക്കാം. അങ്ങനെ ഗ്രാജുവലി മാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മളെപ്പോഴും 2% തുടങ്ങും. അതിപ്പോൾ കോജിക് ആസിഡ് മാത്രമല്ല കേട്ടോ, വിറ്റമിൻ സി ആണെങ്കിലും എന്താണെങ്കിലും ശരി, നിങ്ങൾ 2% തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിലും കുറവുണ്ടെങ്കിൽ അതൊന്നും കുറവിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയാലാണ് നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പൊള്ളൽ, ഇറിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണ്ട. അപ്പോൾ ഓക്കെ, അത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് 2% കോജിക് ആസിഡ് സെറം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് എത്ര എടുക്കണം? ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുള്ളത് 3 to 4 ഡ്രോപ്സ്. ഓക്കെ, 2 to 3 or 4 ഡ്രോപ്സ്, അങ്ങനെ അറൗണ്ട് ഒരു 4 ഡ്രോപ്സ് ആണ് മാക്സിമം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് വീഡിയോൻ്റെ ലാസ്റ്റ് ഡേയ്സിലോട്ട് വരുമ്പോൾ 7th 8th ഡേയിലൊക്കെ എടുക്കുമ്പോൾ ഞാനൊരു 6 to 7 ഡ്രോപ്പ് ഓഫ് സെറം യൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഒരു സെറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എടുക്കേണ്ടത് 2 ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് ടാബ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്തെടുക്കുന്നു, വീണ്ടും 2 ടാബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ സെറം ഡയറക്റ്റ്ലി ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ആകെ 2 ഡ്രോപ്പ് എടുക്കുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, പിന്നെ 2 ഡ്രോപ്പ് എടുക്കുന്നു, അപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ഡ്രോപ്പ് എടുക്കണമെങ്കിൽ ആദ്യം കുറച്ച് പിന്നെ കുറച്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുള്ള പ്രശ്നം ഇത് പൊള്ളും. അതായത് ഇപ്പോൾ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സെൻസിറ്റീവ് സ്കിന്നാണ് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അത് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന സാധനമാണ്, മാർക്കായിട്ട് നിൽക്കും. സോ അതുകൊണ്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക. നല്ലതാണ്, നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഈ സെറം. ക്രീം പോലെ ആയിരിക്കില്ല. ക്രീം നമ്മൾ നിറയെ എടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല സെറം എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഗ്ലോ തരുന്ന സെറമൊക്കെ ആണെങ്കിൽ വലിയ ആസിഡ് കാര്യങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ചായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള കോജിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി, നമ്മൾ ആസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ AHA BHA ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, സെറംസ് വരുന്ന സമയത്ത്, നൈസിഡമൈഡ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ചായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എന്നിട്ട് നല്ലൊരു ഇപ്പോൾ 6 to 7 മാക്സിമം, ഓക്കെ, അതെടുത്ത് അത്ര ഉപയോഗിച്ചാൽ മതി നിങ്ങളൊരു സെറം യൂസ് ചെയ്യുമ്പോൾ. ഇനി 2% കോജിക് ആസിഡ് സെറം ഉപയോഗിക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും? 2 to 3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 2 to 3 വീക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫേസിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫേസിൽ കുറച്ച് ഞാൻ പറഞ്ഞു ഡാർക്ക് ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പറഞ്ഞു, അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തന്നെ ഫീൽ ആവേണ്ട ഈ ഡാർക്ക് ഡോട്ട്സ് കുറഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ എന്ത് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതൊരു അപ്ലൈ ചെയ്യുന്ന സാധനം എൻ്റെ ഫേസിൽ പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യില്ലേ, അതേപോലെ ഉണ്ട്. അതായത് ഈ കുഞ്ഞു ബംസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഫേസ് ഭയങ്കര ഒരു ഈ സ്പോഞ്ചൊക്കെ നമ്മൾ നോക്കില്ലേ, അതേപോലെ ഭയങ്കര ആയിട്ടുണ്ട്. നല്ല നമുക്ക് എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മൂത്ത് സർഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനം അങ്ങനെ എഴുതണം. ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈസിയാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കൂടി നല്ല രസത്തിൽ അതങ്ങോട്ട് മസാജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ആവുന്നുണ്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച ശേഷം. ഓക്കെ, ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നു പറയുന്നുണ്ട്. ഇത് കൂടാതെ 1% ആൽഫ ആർബുറ്റിൻ ഉണ്ട്, നൈസിഡമൈഡ് ഉണ്ട്. ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്തോളൂ എന്നാണ് അവർ പറയുന്നത്. പാരബൻ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ഓക്കെ, ഇനി ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. 10 ml പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് റേഞ്ച് 249 250 അറൗണ്ടാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഓഫർ പ്രൈസ് നോക്കുന്ന സമയത്ത് ഒരു 200 അറൗണ്ട് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് ഇതിൽ വരും. ഇതിപ്പോൾ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ ഉപയോഗിച്ചത് നൈറ്റ് മാത്രമാണ്. എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഡേ സമയത്ത് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ഇപ്പം ഞാൻ ഈ റൂമിലിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തുമാത്രം വിയർക്കുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂട് കാലം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും എന്ത് ആസിഡ് എന്ത് സാധനം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണേ, എന്തെങ്കിലും ഫേസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ഇത് രാവിലെ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്തിട്ട് പുറത്തിറങ്ങി പോലെ ഒക്കെ വെള്ളത്തിൽ വരച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് മിണ്ടാട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. രാവിലെ എണീക്കുന്നു, എവിടേക്കെങ്കിലും അത്രയും വെയിലൊക്കെ എന്തായാലും പുറത്ത് പോകണം എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺബ്ലോക്ക് അല്ലെങ്കിൽ സൺസ്ക്രീൻ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുക. അതാകുമ്പോൾ നമുക്ക് വലിയ പണിയില്ല, സ്പ്രേ ചെയ്തിട്ട് പോവാം. മറ്റേത് മസാജ് ചെയ്യാൻ മെൻസിനൊന്നും മസാജ് ചെയ്യാൻ ഒരു ടൈം കിട്ടില്ല. സോ സൺസ്ക്രീനിൻ്റെ സ്പ്രേ ഒക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 to 3 hours കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ കാര്യം. SPF 50 തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഭയങ്കര ചൂടാണ് പുറത്ത്, പ്രത്യേകിച്ച് ഞാൻ പാലക്കാട് സൈഡിലാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ട്. ഈ ചൂട് കാലത്ത് ഭയങ്കര വെയിൽ UV എല്ലാം തട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ SPF 50 അത് മിനിമം SPF 50 യൂസ് ചെയ്യുക. വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ SPF 30 യൂസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ റിംഗ് ലൈറ്റിൽ വരെ റേസ് എൻ്റെ മേലെ പെടാം. പക്ഷെ ഞാൻ ഇന്ന് ബെയർ സ്കിന്നായിട്ട് നിൽക്കുക. അത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണണം എങ്ങനെ എൻ്റെ ഫേസ് മാറിയിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്കിന്നിൽ എന്തെങ്കിലും ഗ്ലോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 2% നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 3 to 4 weeks എങ്കിലും ഇതിന് കൊടുക്കണം ടൈം. അല്ലാതെ നമ്മളൊരു 1 week കൊടുത്തിട്ട് ചേഞ്ച് ഇല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 15 ദിവസമെങ്കിലും മിനിമം ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു 10 ദിവസം മിനിമം ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. കുറഞ്ഞ് വരുന്ന കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോയിൽ 8 ദിവസം കാണാൻ പറ്റും. ഈ 8 ദിവസം നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അതുകൊണ്ടാണ് എനിക്കത് കാര്യമായിട്ട് കാണുമ്പോൾ ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്കിന്നിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ സാധനം നമ്മൾ റെക്കോർഡൊന്നും ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് എന്ത് വ്യത്യാസം ഉണ്ടായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് തോന്നൽ വരില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർ നമ്മുടെ പ്രശ്നത്തിനനുസരിച്ച് നമ്മൾ സെറം യൂസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലാണ് നമ്മൾ നയസിലിമൈഡിൻ്റെ സെറമൊക്കെ അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്, നയസിലിമൈഡ് അടങ്ങിയിട്ടുള്ളത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മോയ്സ്ചറൈസറിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടോ നയസിലിമൈഡ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് വിൻ്റർ സീസണൊക്കെ വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ നോക്കും. അതേപോലെ തന്നെയാണ് ഓരോ പ്രൊഡക്റ്റിൽ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലാണെങ്കിൽ ഇതിൽ നയസിലിമൈഡ് ഉണ്ട്. അപ്പോൾ എന്താ എൻ്റെ ഡ്രൈ സ്കിന്നിന് ഓക്കെ ആണ്. നൈസിലിമൈഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഓവർ ഡ്രൈ ആയിട്ടൊന്നും പോകില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ എന്തുകൊണ്ടാണ് കോച്ചിക് ആസിഡ് യൂസ് ചെയ്യുന്നത്? കാരണം എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് പോകാനാണ് ഞാൻ കോച്ചിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഓരോ സെറം ഉപയോഗിക്കുന്നതിനും ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണം മനസ്സിലാക്കിയിട്ട് സെറം വാങ്ങാനും ഉപയോഗിച്ച് നോക്കാനും നോക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ കൂടുതലായിട്ടും ആൾക്കാർ ഈ ഡാർക്ക് സ്പോട്ട്സിനെ കുറിച്ചുള്ള സെറംസ് ചോദിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുക ക്രീമുകൾ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു എനിക്കും ഡ്രഗ് സ്പോർട്സ് ഉണ്ട്, എൻ്റെ ഒന്നും ഡ്രഗ് സ്പോർട്സ് പോകണ്ടേ. സോ അതുകൊണ്ട് തന്നെ ഞാനും കംപ്ലീറ്റ് ആയിട്ട് ഒരു ചാലഞ്ച് പോലെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒട്ടും ഓയിലി ആയിട്ടുള്ള ഫീൽ നമുക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. ഒരു ഇറിറ്റേഷൻസ് കാര്യങ്ങളും ഇത് കാരണം ഉണ്ടാവുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, എൻ്റെ നേരത്തുള്ള പ്രൊഡക്റ്റ് റിവ്യൂസ് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് അത്രയും തോന്നുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ഇങ്ങനെ ജസ്റ്റ് ഇന്ന പ്രൊഡക്റ്റ് ഇത്രയും നല്ല ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ചെയ്യാറുള്ളൂ. ഇനി അഥവാ സ്പോൺസേർഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ പറയും, സ്പോൺസേർഡ് വീഡിയോ ആണെന്നുള്ളത് കേട്ടോ. ഇത് ഒരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഓക്കെ, എനിക്കിതിന് വേറെ പൈസയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾ കൂടി പറയണമെന്ന് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഇതേ കാരണങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ DMs വരുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പേര്, ഓക്കെ, അത്ര വലിയ ചിന്തിക്കരുത്, കുറച്ച് പേര് ഇതേ കാര്യം സെയിം ചോദിച്ചിട്ട് തന്നെ എന്നോട് ചോദിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഇതേ കാര്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾ ടുഗദർ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു ഡെർംഡോക്കിൻ്റെ ചാലഞ്ച് വീഡിയോ, ഈ ഒരു 2% കോച്ചിക് ആസിഡ് സെറം ഉപയോഗിച്ചുള്ള ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ബ്രൈഡ്സിനാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ബെനിഫിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ബെനിഫിറ്റ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെ, ഈ കുട്ടി വീഡിയോസ് ചെയ്യുന്നത് അത്യാവശ്യം ബെനിഫിറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാകും, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. നോട്ടിഫിക്കേഷൻ പറഞ്ഞപ്പോഴാണ്, അതായത് ചിലവർക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ പോകില്ല എന്ന് പറഞ്ഞാൽ അവരൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെയും സബ്സ്ക്രൈബ് ചെയ്ത് പോരുത്. അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, എന്നാലാണ് ആ ബെൽ ബട്ടൺ, അല്ലെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കറക്റ്റാക്കി മതി, റെഗുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ. സബ്സ്ക്രിപ്ഷൻ്റെ കിടന്ന് കളിക്കേണ്ട, ബെൽ ബട്ടൺ മാത്രം ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ വരും. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇതായിട്ട് നീട്ടി കുറിക്കണം പറഞ്ഞിട്ട് സംസാരിച്ചല്ല, പക്ഷെ ചില കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് സംസാരിച്ച് പോയതായിരിക്കും. വീഡിയോ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം, പാവം കുട്ടി വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസും മറ്റു ചാലഞ്ച് വീഡിയോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ, സെറത്തിനെ കുറിച്ചുള്ള വീഡിയോസ്, അങ്ങനെ എന്തെങ്കിലും കുറിച്ച് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ.